ശോഭേച്ചി സാഡ്. ശോഭേച്ചിക്കെതിരെ BJP ടീമായിട്ട് തിരിഞ്ഞ് കലിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ദല്ലാൽ നന്ദകുമാറിനെ കണ്ടതും ആവശ്യമില്ലാത്ത വിവാദമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ അജണ്ട പൊളിച്ചതുമൊക്കെയാണ് ഓർക്ക് കലിപ്പാവാനുള്ള കാരണം. മോദി ഗ്യാരണ്ടി എന്ന അജണ്ട ശോഭേച്ചി പൊളിച്ചു പോലും. അല്ല, ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ, ജസ്റ്റ് ഫോർ അക്കാദമിക് പർപ്പസ്. അപ്പം അത് ശരിക്കും പൊളിയാതിരിക്കുകയായിരുന്നു എന്നാണോ നിങ്ങൾ കരുതിയത്? അങ്ങനെയാണെങ്കിൽ ഒന്നും പറയല്ലേ, സുഭാഷ്. ബൈ ദ ബൈ, ശോഭേച്ചി പറയുന്നത് 1 ലക്ഷത്തിലധികം വോട്ട് കിട്ടി ശോഭേച്ചി ആലപ്പുഴയിൽ ജയിക്കുമെന്നാണ്. അല്ല ശോഭേച്ചി, നിങ്ങളാണ് ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി എന്ന് ആലപ്പുഴക്കാർക്ക് അറിയോ? അല്ല, അറിയോ? അല്ല, ശോഭേച്ചിനെ കുറ്റം പറയാനും പറ്റില്ല. ശോഭേച്ചിന്റെ ഇജാതി കോൺഫിഡൻസിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. തോറ്റു തൊപ്പിയിടുന്ന് പേടിച്ച് കേരളത്തിലെ BJPക്കാരൊക്കെ BJP വിട്ട് ഇറങ്ങി ഓടാതിരിക്കാൻ മോദി എല്ലാവർക്കും ഒരു കത്തെഴുതി. കത്തിലെ സാരാംശം ഇതാണ്: നിങ്ങളൊക്കെ പൊളിയാണ് ഗൈസ്. നിങ്ങൾ വിചാരിച്ചാല് നമുക്ക് ആകാശത്ത് പറക്കുന്ന പറവയെ ഏണി വെച്ച് പിടിക്കാം, എന്നിട്ട് ബാർബിക്യൂ അടിക്കാം എന്നൊക്കെ പറഞ്ഞ് പൊക്കിയടിച്ച് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ ആരോ പൊക്കി പറയുന്നത് കണ്ട് കണ്ണു നിറഞ്ഞ ശോഭേച്ചി, ഉഫ്, ഞാനൊരു കില്ലാടി തന്നെ എന്നോർത്ത് അന്ന് തൊട്ട് ഓടി നടന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 1.5 ലക്ഷം വോട്ടിന് ജയിക്കുമെന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞ വിഷമാണ് വരുന്നത്. പൊന്നു മോദിജി, നിങ്ങൾ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കരുത്. ആന കൊടുത്താൽ ആശ കൊടുക്കരുത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാലേ ഞങ്ങളെ നാട്ടിൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. പിന്നെ ശോഭേച്ചിന്റെ കാര്യമാണ് കഷ്ടം. ഒരു ആലപ്പുഴയിലെ ജനങ്ങളെ ഓർത്ത് വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ വീടില്ലാതെ ദാരിദ്ര്യം നേരിടുന്നത് കണ്ടുപിടിച്ച ഒരേ ഒരു പൊതുപ്രവർത്തക ശോഭേച്ചിയാണ്. കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇലക്ഷന് സ്ഥാനാർത്ഥിയായ ശേഷമാണ് ശോഭേച്ചി പൊതുപ്രവർത്തകയാണെന്ന് ശോഭേച്ചിക്ക് തന്നെ ഓർമ്മ വന്നത്. ശോഭേച്ചി ലൈക്ക് ദിസ്. BJP തന്നെ കോമഡിയാണ്. ആ BJP ശോഭേച്ചിക്കെതിരെ തിരിയണമെങ്കിൽ ശോഭേച്ചിയുടെ ഒരു ലെവല് എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. ഇപ്പോഴത്തെ വിവാദം എന്താന്ന് വെച്ചാൽ ദല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും ചേർന്നുള്ള ഒത്തുകളിയാണെന്നാണ് BJP പറയുന്നത്. സ്വാഭാവികം, ശോഭേച്ചിയുടെ ഒരു മൂഡ് വെച്ച് അതെല്ലാം അങ്ങനെ തന്നെയാണെന്നാണ് വിചാരിച്ചത്. BJP ആയതുകൊണ്ട് അത് മനസ്സിലാവാൻ കുറച്ച് സമയം എടുത്തേ ഉള്ളൂ. പോട്ടെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറച്ച് നാളായിട്ട് നോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസും BJPയും തമ്മിൽ എന്തോ സിമിലാരിറ്റി ഇല്ലേന്ന്. അതെന്താന്ന് ഇപ്പൊ പറഞ്ഞുതരാം. അതായത് കോൺഗ്രസിലെ പോലെ തന്നെ BJPയിൽ 2 പക്ഷമൊക്കെ വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ കാര്യം ഇപ്പോഴും ഡൗട്ടാണ്. കാരണം A to Z വരെ ഏകദേശം ഒരുവിധ അക്ഷരങ്ങളൊക്കെ ഓരോ എടുത്തെന്നാണ് മുമ്പൊക്കെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതുപോട്ടെ, അത് നമുക്ക് പിന്നെ പറയാം. ശോഭേച്ചി വിഷയത്തില് V മുരളീധരൻ പക്ഷം നേതാവ് P രഘുനാഥ് തുറന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കലിപ്പ് വിവരിച്ചിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് കോൺഗ്രസിന്റെ തമ്മിലടി കണ്ട് ബോറടിച്ചിരിക്കരുത്. ഇനി കുറച്ചാലും BJPയുടെ തമ്മിലടി കാണാം. നല്ല രസമായിരിക്കും.